സ്തോത്രം. ദാവീദിന്റെ അടുക്കൽ ഗോലിയാത്ത് എന്ന മല്ലൻ കടന്നു വരുമ്പോ ഈ ഗോലിയാത്തിനെതിരെ നിന്നുകൊണ്ട് ദാവീദ് പറയുന്ന ഒരു കാര്യം തിരുവെഴുത്തിൽ വ്യക്തമാണ്. തൻ്റെ ദേവന്മാരെ ചൊല്ലി, ആ നാമം ചൊല്ലി ദാവീദിനെ ഈ മനുഷ്യൻ ശപിക്കുമ്പോൾ ഈ ദാവീദ് പറയുകയാ, നീ നിന്ദിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ എതിരിടുകയാ. ഹല്ലേലൂയ. ആ മല്ലന്റെ പിൻപിൽ വ്യാപരിക്കുന്ന ദേവന്മാരുടെ നാമത്തെ ആത്മാവിൽ കണ്ട ഇടയച്ചെറുക്കന് മനസ്സിലായി, ശൗലിന്റെ വാളോ കുപ്പായമോ പടച്ചട്ട കൊണ്ടൊന്നും എനിക്കിവനെ ജയിക്കാൻ കഴിയത്തില്ല. ഇവിടെ ജയിക്കണമെങ്കിൽ ആ നാമത്തെ വെട്ടുന്ന മറ്റൊരു നാമം ഇവിടെ ഉയർത്തപ്പെടേ മതിയാകത്തുള്ളൂ. ഇന്ന് രാത്രിയിൽ വിശ്വസിക്ക്, യേശുവിന്റെ നാമത്തിൽ, ആ നാമത്തിന്റെ ശക്തിയാണ് ഈ ശബ്ദ തരംഗങ്ങളിലൂടെ ഇന്ന് രാത്രിയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് വെളിപ്പെടുന്നിടത്ത് വീര്യപ്രവർത്തികൾ നടക്കും, അത് വെളിപ്പെടുന്നിടത്ത് ഭൂതങ്ങൾ പുറത്താക്കും. അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല, കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. വീര്യപ്രവർത്തികളെക്കാളും വലിയതായി വേദപുസ്തകം പറയുന്നു മാനസാന്തരം. പക്ഷെ പിശാച് കാര്യം തിരിച്ചു. ഈ തലമുറയിൽ പിശാച് കാര്യങ്ങളെ തിരിച്ചു. മാനസാന്തരത്തെക്കാളും വലിയതാണ് വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന ഒരു ബോധ്യം ജനത്തിലേക്ക് പിശാച് കൊടുക്കാൻ തുടങ്ങി. അപകടമാകട്ടോ, അപകടമാ. ചില വചനഭാഗങ്ങൾ ഞാനൊന്ന് പറഞ്ഞു വരുമ്പോൾ അതിന്റെ പൊരുളുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇന്ന് രാത്രിയിൽ വാക്യങ്ങൾ ശ്രദ്ധിച്ച്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ കർത്താവ് ബേത്ശേദയിൽ വീര്യപ്രവർത്തി ചെയ്തു. പക്ഷെ വേദപുസ്തകം പറയുന്നു വീര്യപ്രവർത്തികൾ യേശുവിന് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്. കള്ളപ്രവാചകന്മാർക്കും കള്ളക്രിസ്തുക്കൾക്കും പൈശാചിക ലോകത്തിനും വീര്യപ്രവർത്തികൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഇന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ഞാനൊരു ദൂത് വിളിച്ചു പറയുക, ഒരു മനുഷ്യനും മാനസാന്തരം കൊടുക്കാൻ ഒരു കള്ളപ്രവാചകന്മാർക്കും ഒരു കള്ളക്രിസ്തുക്കൾക്കും ഒരു അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്ന ഒരു പൈശാചിക ലോകത്തിനും കഴിയത്തില്ല.